വെൽക്കം ബാക്ക് ടു ആദൂസ് വ്ലോഗ്. അപ്പം ഇന്നത്തെ തംബ്ലൈൻ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇന്നത്തെ വീഡിയോ എന്തുവാന്ന്. ഇപ്പം സമയം 5:30 ആയിട്ടുണ്ട്. ഞാൻ രാവിലെ 5 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ബ്രഷ് ചെയ്തു, പിന്നെ ഫേസും വാഷ് ചെയ്തു. എന്നിട്ടാണ് ഇപ്പം ഇരിക്കുന്നത്. സ്കൂൾ തുടങ്ങിയിട്ട് ഇപ്പം ഒരാഴ്ചയായി. ഒരാഴ്ചയിൽ ഒരു ദിവസം ക്ലാസ്സിലായിരുന്നു, ഹോളിഡേ ആയിരുന്നു. പിന്നെ 2 ദിവസം ഞാൻ പോയിട്ടില്ലായിരുന്നു ക്ലാസ്സിൽ. എനിക്ക് ചെറിയ പനിയൊക്കെ ആയിട്ട് ഞാൻ വീട്ടിലായിരുന്നു. അപ്പം എനിക്ക് ആ നോട്ട്സ് കുറച്ചുകൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഇനി ഞാൻ പോയി നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഞാൻ നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പോയി നേരെ ഫ്രഷ് ആയിട്ട് വന്നു. അപ്പോൾ എനിക്ക് ക്ലാസ്സിൽ 8:30 ആകുമ്പോൾ ഇരിക്കണം. 8:30 8:45. അപ്പോൾ എനിക്ക് ഇവിടെ നേരത്തെ ഇറങ്ങണം. ഇപ്പം തന്നെ സമയം 6:30 ആയിട്ടുണ്ട്. എനിക്ക് 7 മണിയാകുമ്പോൾ ഇറങ്ങണം. അങ്ങനെ ഞാൻ റെഡിയായി കഴിഞ്ഞതിനൊക്കെ ശേഷം ഞാൻ പോയി എൻ്റെ ബുക്സൊക്കെ എടുത്തു വെച്ചു. അപ്പോഴത്തേക്ക് അമ്മ എനിക്ക് ലഞ്ച് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ലഞ്ചും വാട്ടർ ബോട്ടിലും എല്ലാം എടുത്തതിന് ശേഷം ഹാളിലോട്ട് പോയപ്പോഴത്തേക്ക് എൻ്റെ അനിയത്തി അവിടെ നിന്ന് കണ്ണെഴുതി കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവൾ പിന്നെ പോകുന്നത് സ്കൂൾ വാനില്ല. അതുകൊണ്ട് തന്നെ വീടിൻ്റെ വാതിൽക്ക് രാവിലെ സ്കൂൾ വാൻ വരികയും ചെയ്യും. അപ്പം ഞാൻ പിന്നെ പോയിരുന്ന് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ബാഗ് എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം ഇന്ന് എൻ്റെ കൂടെ അമ്മയും ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഇന്നൊരു വീട്ടിൽ കയറണമായിരുന്നു. അങ്ങനെയാണ് അമ്മ ഇന്ന് എൻ്റെ കൂടെ വന്നത്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര നാണമായിരുന്നു ക്യാമറ നോക്കാനായിട്ട്. അങ്ങനെ അമ്മ വീട്ടിലോട്ട് പോയി. പിന്നെയും വീണ്ടും ഞാൻ ഒറ്റയ്ക്കായി. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിലോട്ട് വന്നു. അപ്പോൾ എനിക്ക് അവിടത്തുള്ള ഒരു ക്ലിപ്സും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ബസ്സിലും നല്ല തിരക്കുണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡിൽ വന്നുകൊണ്ട് എനിക്ക് ബസ്സും കിട്ടി. അങ്ങനെ സ്കൂളിലെത്തി. അങ്ങനെ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോയി. അപ്പം ഞങ്ങൾ 3 പേരുമായിട്ടാണ് ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്നത്. ഇത് 2 എൻ്റെ കൂട്ടുകാരിമാരാണ്. പിന്നെ അവർക്ക് നാണമാണ്, അതാണ് ഈ ബാഗും പൊത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ ബസ് കയറി. അതിന് ശേഷം ഞാൻ ഇറങ്ങി. അപ്പം എൻ്റെ അനിയത്തിക്ക് കുറച്ച് പിക്ചർ പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് പോയി. പിന്നെ അവിടെ കുറച്ച് നേരം പോസ്റ്റ് അടിച്ചൊക്കെ അങ്ങനെ ഇരുന്ന്. പിന്നെ അവിടെ നിന്ന് പ്രിൻ്റൊക്കെ എടുത്തതിന് ശേഷം ഇറങ്ങി ബസ് കയറി. പിന്നെ എനിക്ക് കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് ഞാൻ വീട്ടിൽ വന്ന് കയറി ഗൈസ്. അങ്ങനെ ഞാൻ കതക് വന്ന് തട്ടിയപ്പോൾ എൻ്റെ അനിയത്തി കതക് തുറന്നു തന്നു. അപ്പം ഞാൻ ക്യാമറയും കൊണ്ടാണ് നിൽക്കുന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തി ഒരു ഹായൊക്കെ തന്നിട്ടാണ് പോയത്. അങ്ങനെ ഞാൻ നേരെ പോയി ഫ്രഷായി സ്കൂളിൽ നിന്ന് വന്ന ഉടനെ. അങ്ങനെ ഫ്രഷായിട്ടൊക്കെ വന്നപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ ചായയൊക്കെ ഇട്ട് തന്നു. എന്നിട്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പുറത്തിരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് ഞാൻ പോയി കുറച്ച് നേരം ജാക്കി ചാനും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. അതിനുശേഷം ഞാൻ പോയിരുന്നു പഠിച്ചു. സ്കൂൾ തുടങ്ങിയതേ ഉള്ളെങ്കിലും പഠിക്കാനായിട്ട് ഇഷ്ടംമാതിരി ഉണ്ട്. +2 ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിനും മാത്രം പഠിക്കാനുള്ള. അങ്ങനെ പഠിച്ച് ക്ഷീണിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പതിയെ ഇരുന്ന് നോട്ട് എഴുതാൻ തുടങ്ങി. കുറച്ച് നോട്ട്സ് എഴുതാനായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം ആയപ്പോഴത്തേക്ക് എനിക്കങ്ങ് ഉറക്കം വരാൻ തുടങ്ങി. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പോയി ഫുഡ് കഴിച്ചു. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ.